നമ്മുടെ വീട്ടിലേക്ക് ഒരു അക്വേറിയം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്വേറിയത്തിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അക്വേറിയത്തിലേക്ക് ഒരു ഫിൽറ്റർ മേടിച്ചാണ്. അപ്പോൾ ഫിൽറ്റർ മേടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മളിൽ പലരും വീട്ടിൽ അക്വേറിയം വെക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മീൻ പെട്ടെന്ന് ചത്തുപോവുക, അല്ലെങ്കിൽ വെള്ളം ഇടക്കിടക്ക് കലങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഫിൽറ്ററിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. ഫിൽറ്റർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതും അതുപോലെ വെള്ളം പെട്ടെന്ന് കലങ്ങുന്നതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഒരു 5-6 മാസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ മേടിച്ചത് ഇത്തരത്തിലുള്ളൊരു ഫിൽറ്ററാണ് കേട്ടോ. ഇന്റേണൽ ഫിൽറ്ററാണ്. നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഫിൽറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ഫിൽറ്റർ മേടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ അക്വേറിയത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറയണം. അതനുസരിച്ച് വേണം നമ്മൾ ഫിൽറ്റർ സെലക്ട് ചെയ്യാൻ. ഒരു അക്വേറിയത്തിനുള്ളിൽ വെള്ളം കണ്ടുപിടിക്കാൻ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് അക്വേറിയത്തിൻ്റെ നീളം, വീതി, ഉയരം ഇത് 3 സെന്റിമീറ്ററിൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അത്രയും ലിറ്ററാണ് ആ അക്വേറിയത്തിൽ കൊള്ളുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അക്വേറിയം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക സൈസിലാണ് അക്വേറിയം ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ വീടിൻ്റെ ഒരു മതിലിൽ ഒരു പോർഷൻ ഒരു ഗ്രൂ ആയിട്ടുണ്ടായി. അപ്പോൾ ആ ഭാഗത്ത് കൊള്ളാൻ പറ്റിയ രീതിയിലാണ് നമ്മുടെ അക്വേറിയം ഒരു പ്രത്യേക സൈസിലെടുത്തത്. 30 ഇഞ്ചാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഉയരം, 28 ഇഞ്ച് അതിൻ്റെ നീളം, 16 ഇഞ്ച് വീതി. അങ്ങനെ ഒരു പ്രത്യേക സൈസിലാണ് നമ്മൾ അക്വേറിയം ഉണ്ടാക്കിയത്. വീട്ടിൽ തന്നെ വന്ന് നമുക്കുടെ ഒരു സുഹൃത്ത് ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും ഉയരവും നമ്മൾ സെൻറ്റിമീറ്ററിലാക്കി ഇൻറ്റു ചെയ്ത് 1000 കൊണ്ട് ഹരിച്ചപ്പോൾ ഏകദേശം ഒരു 200 ലിറ്റർ, 200-215 ലിറ്ററാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ആ 200 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ ഒരു 5 തവണയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 5 തവണയെങ്കിലും ആ ഫിൽറ്ററിലൂടെ കയറി ഇറങ്ങി വരുന്നത്. അതാണ് നമ്മുടെ ആ ഫിൽറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ അളവ് വെച്ചിട്ട് 200 ലിറ്ററാണ്. അപ്പോൾ 200 × 5 1000 ലിറ്റർ പെർ അവർ ആ ഒരു പമ്പിലൂടെ പാസ് ചെയ്ത് പോകണം. ആ ഒരു പവറിലുള്ള മോട്ടറും പമ്പൊക്കെയാണ് നമുക്ക് ആവശ്യം, നമ്മുടെ അക്വേറിയത്തിന് ആവശ്യം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അക്വേറിയത്തിൻ്റെ അളവും നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ലിറ്ററാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ 5 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫിൽറ്റർ ചെയ്യാൻ പറ്റിയ ഒരു ഫിൽറ്റർ കണ്ടുപിടിക്കുക. ഇപ്പോൾ നമ്മളെടുത്ത സാധനം എന്ന് വെച്ചാൽ ഏകദേശം 1500 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 1000 മതി നമ്മുടെ അക്വേറിയത്തിന്, പക്ഷേ ഇത് 1500 ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടിപ്പോയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. അതിൻ്റെ വാട്ട് കുറച്ച് കൂടുന്നുള്ളൂ, 30 വാട്ട്സിൻ്റെ ഒരു പമ്പാണ്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും അക്വേറിയത്തിൻ്റെ വെള്ളത്തിന് കുറച്ചുകൂടി നല്ലതാണ്. ഇനി പറയേണ്ടത് ഫിൽട്രേഷൻ്റെ കാര്യങ്ങളാണ്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ അക്വേറിയത്തിൻ്റെ മീനിൻ്റെ വേസ്റ്റും അതുപോലെ ഫുഡ് കൊടുക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ വേസ്റ്റും കൂടി ഒന്ന് അരിച്ചെടുക്കുക, ഒരു സ്പോഞ്ചിലൂടെ അരിച്ചെടുക്കുക എന്നുള്ളതാണ് ഫിൽട്രേഷൻ എന്നുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല ഒരു ഫിൽട്രേഷൻ. അതും ഒരു ഫിൽട്രേഷനാണ്, പക്ഷേ അത് മാത്രമല്ല. നമ്മുടെ വെള്ളം ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ അക്വേറിയത്തിലെ ഫിൽട്രേഷൻ നമുക്ക് 3 ആയിട്ട് തിരിക്കാം: മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ബയോളജിക്കൽ ഫിൽട്രേഷൻ, കെമിക്കൽ ഫിൽട്രേഷൻ. ഇത് 3ഉം കൂടി പ്രോപ്പറായിട്ട് വരുമ്പോഴാണ് നമ്മുടെ അക്വേറിയത്തിലെ വെള്ളം ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീനുകൾ ചത്തുപോവുകയോ അല്ലെങ്കിൽ വെള്ളം കലങ്ങുന്ന ഒരു പ്രശ്നം ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ അക്വേറിയത്തിൻ്റെ ഒരു 25% വെള്ളം മാറ്റുക, ബാക്കി അത് അത്രയും തന്നെ ആഡ് ചെയ്യുക, അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ മേടിച്ച ഫിൽറ്റർ ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത് ഇത് വെച്ചിട്ട് ഞാൻ ഫിൽട്രേഷൻ്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ അത്ര ആധികാരികമായിട്ടല്ല, ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ വീട്ടിലെ അക്വേറിയം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ഫിൽറ്റർ കേട്ടോ. ഇത് ഇൻറ്റേർണൽ ഫിൽറ്ററാണ്. അത് 1500 ലിറ്റർ പെർ അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം അല്ലേ, ബ്ലാക്ക്, ബ്ലൂ, അതുപോലെ ഒരു വൈറ്റ് സെറാമിക്. അപ്പോൾ ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു മെക്കാനിക്കൽ ഫിൽട്രേഷൻ. മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, അതായത് മീനിൻ്റെ വേസ്റ്റും ഫുഡിൻ്റെ വേസ്റ്റും ഒരു സ്പോഞ്ചിലൂടെ അരിച്ചെടുക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇവിടെ ഈ സ്പോഞ്ച് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്പോഞ്ച് എന്ന് പറയുന്നതും ശരിക്കും 3 തരമുണ്ട്. ഞാൻ പറഞ്ഞു ഫിൽട്രേഷൻ 3 തരമുണ്ട്. അതുപോലെ തന്നെ ഈ സ്പോഞ്ച് മെക്കാനിക്കൽ ഫിൽട്രേഷന് വേണ്ടിയുള്ള ഈ സ്പോഞ്ചും 3 തരമുണ്ട്. അപ്പോൾ ഇത് ഞാനത് ഡിസ്മാൻഡിൽ ചെയ്യണതാണ് അടിയത്ത യൂണിറ്റ്. സ്പോഞ്ച് 3 തരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ആദ്യത്തത്, കോഴ്സ് സ്പോഞ്ച്. അതായത് ഇതിൻ്റെ സുഷിരങ്ങൾ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇൻറ്റേർണൽ ഫിൽറ്റർ അടിയിൽ നിന്നാണ് വെള്ളം അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ മീനിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് കൂടി കയറി ഇതിൽ അരിച്ചെടുക്കും. പിന്നെ പറയുന്നതാണ് രണ്ടാമത് വരുന്നതാണ് മീഡിയം സ്പോഞ്ച്. അപ്പോൾ ഈ ഇതിൽ കൂടി ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളം ഈ മീഡിയം സ്പോഞ്ചിൽ കൂടി കയറുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ വേസ്റ്റ് ഇതിൽ അബ്സോർബ് ആവും. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഫൈൻ സ്പോഞ്ചും കൂടി ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫിൽറ്ററിൻ്റെ യൂണിറ്റിൻ്റെ അകത്ത് അവർ വെച്ചിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ പില്ലോ ഒക്കെ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന തരം ഫൈബറിൻ്റെ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം, അതാണ് ഫൈൻ സ്പോഞ്ച്. അതിൻ്റെ അകത്തും കൂടി ഫിൽറ്റർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള വേസ്റ്റ് വരെ അതിലടിയും. അപ്പോൾ ഈ 3 സ്പോഞ്ചിൽ കൂടി വരുന്നതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഫിൽട്രേഷനിലൂടെ ശരിക്കും പറഞ്ഞാൽ വെള്ളം അരിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൻ്റെ അമോണിയം കാര്യങ്ങളൊന്നും അപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. വെള്ളം ഹെൽത്തി ആയിട്ടില്ല ഒരിക്കലും. ഹെൽത്തി ആവണമെങ്കിലാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ ബയോളജിക്കൽ ഫിൽട്രേഷൻ വരുന്നത്.
ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കൊണ്ടുള്ള പരിപാടിയാണ്. അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇതിൽ കാണാം സിറാമിക് യൂണിറ്റുകൾ, കുറച്ച് സിറാമിക് ബോൾസ് ആണ് അവർ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ സിറാമിക് യൂണിറ്റിൻ്റെ അകത്തുള്ള ബാക്ടീരിയയിലൂടെ അമോണിയ വിഘടിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്വറിയത്തിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് ഒരുപാട് അമോണിയ ഉണ്ടായിട്ടുണ്ടാവും. അതായത് നമ്മുടെ മീനിൻ്റെ വേസ്റ്റും അതുപോലെ ഫുഡ് വേസ്റ്റൊക്കെ അവിടെ വെള്ളത്തിൽ കിടന്നിട്ട് അത് അമോണിയ ആയിട്ട് കൺവേർട്ട് ഉണ്ടാവും. ഈ അമോണിയനെ നമ്മൾ മാക്സിമം നീക്കം ചെയ്യണം. അതാണ് മീനിൻ്റെ ഹെൽത്തിന് വേണ്ടി ഹെൽത്തി വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആ വെള്ളത്തിലുള്ള അമോണിയനെ നൈട്രോസോമോണാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ അതിനെ അമോണിയനെ വിഘടിപ്പിച്ച് നൈട്രേറ്റ്സ് ആക്കി മാറ്റും. ഈ നൈട്രേറ്റ്സിനെ നൈട്രോബാക്ടർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വീണ്ടും വിഘടിപ്പിച്ച് നൈട്രേറ്റ്സ് ആക്കി മാറ്റും. അപ്പോൾ നമ്മുടെ അക്വറിയത്തിലെ വെള്ളം ഹെൽത്തി വാട്ടറായിട്ട് കൺവേർട്ടായി. ഈ നൈട്രേറ്റ്സ് ഒരുപാട് കൂടി കഴിയുമ്പോഴാണ് നമ്മൾ അക്വറിയത്തിലെ വെള്ളം ഏകദേശം ഒരു 25% മാറ്റി പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ അക്വറിയത്തിലെ വെള്ളം ഫുള്ളി ഹെൽത്തി ആണെന്ന് പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നൈട്രോസോമോണാസ് ബാക്ടീരിയയും നൈട്രോബാക്ടർ ബാക്ടീരിയയും ഇതെല്ലാം അടങ്ങുന്നത് നമ്മുടെ ഈ സിറാമിക്സിൻ്റെ റിങ്സിലാണ്. ഇത് നമുക്ക് നമ്മൾ മേടിച്ച ഫിൽറ്ററിൽ അവർ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു ലെവലിലേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചത് കേട്ടോ. അതാണ് ഈ കാണുന്ന ഈ റിങ്ങുകൾ. ഇത് നമുക്ക് അവിടെ വെയിറ്റ് കിലോന് ഏകദേശം 250 രൂപയാണ് അതിൻ്റെ വില വന്നത്. നമ്മളൊരു 1/2 കിലോണ് മേടിച്ചാണ്. നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് ചെറുതായതുകൊണ്ട് അത്രയും മതി. നമുക്ക് ഏകദേശം ഒരു 2 മാസമോ 1 മാസമോ കൂടുമ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഈ യൂണിറ്റ് മാറ്റി കൊടുത്തിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ ഫിൽട്രേഷനും ബയോളജിക്കൽ ഫിൽട്രേഷനും ഏകദേശം മനസ്സിലായി. ഇനിയുള്ളതാണ് കെമിക്കൽ ഫിൽട്രേഷൻ. അപ്പോൾ ഈ മെക്കാനിക്കൽ ഫിൽട്രേഷനും അതുപോലെ ഈ ബയോളജിക്കൽ ഫിൽട്രേഷനും വെച്ചിട്ട് വെള്ളത്തിന് അമോണിയ മാറ്റി വെള്ളം ഏകദേശം അഴുക്ക് മരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് കെമിക്കൽ ഫിൽട്രേഷൻ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ഒന്ന് തെളിയിച്ചെടുക്കുക, അതായത് കണ്ണീര് പോലെ ആക്കാന്നൊക്കെ പറയില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആക്കുക. അതിനാണ് കെമിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഫിൽട്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ സംഭവങ്ങളൊന്നുമല്ല, നമ്മുടെ കരിയാണ്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കിണറൊക്കെ തേവി വെള്ളമൊക്കെ വറ്റിച്ച് പുതിയ വെള്ളം വരുത്താൻ വേണ്ടി ഒരു മെയ് മാസത്തിന് അവസാനമൊക്കെ ആളുകൾ പണ്ട് നാട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞ് ചെളിയൊക്കെ കോരി മാറ്റി കഴിയുമ്പോൾ വെള്ളം ഊറി വരും. അടിയിൽ നിന്ന് പിറ്റേ ദിവസം മുമ്പൊക്കെ വെള്ളം ഊറി വന്നപ്പോൾ ആ വെള്ളം മൊത്തം കലക്കമുള്ളവരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്യുന്നത് കണ്ടേക്കണാണ്, ഈ ചിരട്ടക്കരി കിഴി കെട്ടിയിട്ട് കിണറ്റിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും ആ വെള്ളം തെളിഞ്ഞു വരും. അതേ സെയിം പ്രോസസ്സ് തന്നെയാണ്, അവരറിഞ്ഞിട്ട് ചെയ്യണമെന്ന് അറിയില്ല, അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിതിൽ കെമിക്കൽ ഫിൽട്രേഷൻ എന്നുള്ള രീതി ചെയ്യുന്നത്. അതായത് നമ്മൾ അക്വറിയത്തിലെ വെള്ളത്തിൽ ചില മരുന്നുകൾ ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്വഭാവം കൊണ്ടൊക്കെ ഒരു മഞ്ഞ നിറമൊക്കെ ഉണ്ടാവും, ഒരു ക്ലൗഡ്നെസ് ഒക്കെ ഉണ്ടാവും, വെള്ളം ഒരു മങ്ങലുണ്ടാവും. ഇത് ഈ കരി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നതിലൂടെ അത് അങ്ങോട്ട് ഫുള്ള് മാറി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിട്ട് നിൽക്കും. അപ്പോൾ ഈ 3 ഫിൽട്രേഷൻ, മെക്കാനിക്കൽ ഫിൽട്രേഷൻ, ബയോളജിക്കൽ ഫിൽട്രേഷൻ, കെമിക്കൽ ഫിൽട്രേഷൻ, ഇത് 3 നടത്തി കഴിഞ്ഞാൽ വെള്ളം ഹെൽത്തി ആയി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായി നമുക്ക് നല്ല രീതിയിൽ അക്വേറിയം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഫിൽറ്റർ. ഏകദേശം 30 വാട്ട്സാണ് അവർ പറയുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് 1500 ലിറ്റർ പെർ അവർ, 30 വാട്ട്സ് ഇൻറ്റേർണൽ ഫിൽറ്റർ അക്വേറിയം. എൻ്റെ മോഡൽ നമ്പറാണ് ഈ കാണുന്നത്. പിന്നെ ഇതുപോലെ വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു എൽബോ ഇട്ടിട്ട് ഒരു യൂണിറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് സ്പ്രേ പോലെ വെള്ളം നമ്മുടെ അക്വേറിയത്തിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റഡ് അക്വേറിയമൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് വരുമ്പോൾ അത് ഫ്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്വേറിയത്തിലുള്ള ചെടികൾ പിഴുതു പോരാനോ അല്ലെങ്കിൽ പറഞ്ഞു പോകാനൊന്നും സാധ്യതയില്ലാണ്ട് അവിടെ ഇരുന്നോളും. ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ഫ്ലോ കുറച്ച് കൊടുക്കുന്നത് മീനുകൾക്ക് നല്ലതായിരിക്കും. ഒരുപാട് ഫ്ലോ ഉണ്ടെങ്കിൽ മീനുകൾക്ക് ഒരുപാട് സ്ട്രെസ് വരും. അതുപോലെ നീന്തി നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ വരും. അതുപോലെ ചത്തുപോകാനും, അതുപോലെ മീൻ പെട്ടെന്ന് ടയർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോ കുറച്ച് കൊടുക്കുകയാണ് ചെറിയ മീനുകളും അതുപോലെ പ്ലാന്റഡ് അക്വേറിയത്തിനൊക്കെ ഫ്ലോ കുറച്ച് കൊടുക്കാനും വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടി ഇതിൽ കൊടുത്തേക്കണം കേട്ടോ. ഇതില്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കണം അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി കാണാനും ഭംഗിയായിരിക്കും. അതുപോലെ പ്ലാന്റഡ് അക്വേറിയങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച സിറാമിക്കിൻ്റെ റിങ്ങുകൾ, എക്സ്ട്രാ മേടിച്ച സിറാമിക്കിൻ്റെ റിങ്ങുകൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സൂക്ഷ്മ സുഷിരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ചെറിയ സുഷിരങ്ങളുണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഒക്കെ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അളവ് കുറവായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാക്സിമം കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറാമിക് റിങ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കരിയും കൂടി ആഡ് ചെയ്യാം. നമുക്ക് കെമിക്കൽ ഫിൽട്രേഷൻ കൂടി നടന്നിട്ട് നമ്മുടെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആവാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്ട്രാ മേടിച്ച കരി എന്ന് പറയാം, അതായത് കെമിക്കൽ ഫിൽട്രേഷൻ വേണ്ടിയുള്ള കരി. ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതും 1 കിലോ നമുക്ക് 250 രൂപക്കാണ്, നമ്മൾ 1/2 കിലോയാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കരി ആഡ് ചെയ്ത് കൊടുക്കാണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ മഞ്ഞപ്പൊക്കെ മാറാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഈ കരിയിൽ പറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കരിയും കുറച്ചാൾ കഴിയുമ്പോഴേക്കും പറ്റിപ്പിടിച്ച് പിന്നെ അത് ഉപയോഗമില്ലാണ്ടാവും കരി. അപ്പോൾ ഈ കരിയും നമ്മൾ ഏകദേശം
ഒരു 1-2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതും മാറ്റി കൊടുക്കുന്നത് ക്ലിയർ ആണ്. അപ്പോൾ നമുക്കത് സമയമൊന്നും നോക്കണ്ട, എത്ര നാൾ കൂടെ നോക്കണ്ട. നമ്മുടെ മഞ്ഞപ്പ് വെള്ളത്തിൽ കൂടി വരുമ്പോൾ, അതായത് ഫിൽറ്റർ ഓൺ ആക്കിയിട്ട് മഞ്ഞപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയും മാറി കൊടുക്കാൻ സമയമായതാണ് അതിൻ്റെ അർത്ഥം. നമുക്കിതെല്ലാം അസംബിൾ ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അടിയിൽ നിന്നാണ് വെള്ളം വലിക്കുന്നത്. അപ്പോൾ അടിയിലാണ് നമുക്ക് ആദ്യത്തെ വലിയ ഹോളുള്ള സ്പോഞ്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് അസംബിൾ ചെയ്യുന്നു. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ സെറാമിക്കും കരിയും കൂടി ചേർന്ന യൂണിറ്റ് അസംബിൾ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മോട്ടറിൻ്റെ യൂണിറ്റ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കയറിക്കോ, ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ മൂന്നും കൂടി എല്ലാം കൂടി പെർഫെക്റ്റ് ആയിട്ട് ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ പമ്പിൻ്റെ ഔട്ട് യൂണിറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 തരത്തിലുള്ള ഇൻസെർട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇതുപോലെ നോബിളത്, അതായത് ഇവിടെ നിന്ന് നമുക്ക് ഇതേപോലത്തെ ഓസ് എടുത്ത് അക്വേറിയത്തിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എയർ വലിച്ച് ഇതിൻ്റെ കൂടെ പുറത്തേക്ക് വിട്ടോളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള ഓക്സിജനും വേണമെങ്കിൽ കയറിപ്പോക്കോളും. അതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം എയറും കൂടി ഒരു ഫ്ലോ പോലെ നമ്മുടെ വെള്ളത്തിലേക്ക് മിക്സായി പൊക്കോളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ മീനുകൾക്ക് അത് സ്ട്രെസ് ആയിരിക്കും, അതുപോലെ ചെടികൾ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാനഡ് അക്വേറിയം ആണെങ്കിൽ ഈ യൂണിറ്റിന് പകരം നമ്മൾ ഇതുപോലെ എൽബോ ഇട്ടിട്ട് ഈ ഒരു ഷവർ യൂണിറ്റ്, ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു യൂണിറ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ യൂണിറ്റ് കൂടെ പിടിപ്പിക്കുന്നു, അതിലേക്കൊരു എൽബോ പിടിപ്പിക്കുന്നു. എൽബോന് ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു യൂണിറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു എൽബോ ഇവിടെ ഈ ഒരു പൊസിഷനിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ഷവർ വെള്ളം വീഴാനുള്ള യൂണിറ്റ് ഇവിടെ കൊടുക്കുന്നു. ഇതെല്ലാം നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, തിരിച്ചു വെക്കണം. പിന്നെ അതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി നമുക്ക് ഇത് ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് ആഡ് ചെയ്താൽ മതി. ഇതിനകത്ത് ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഇതിന് ക്യാപ്പില്ല. അപ്പോൾ ഇത് നമുക്ക് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെങ്ത്തിൽ സാധനം അവിടെ കിട്ടും. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിൽട്ടർ യൂണിറ്റ് അക്വേറിയത്തിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അക്വേറിയത്തിൻ്റെ സൈസിന് എന്തുകൊണ്ടും ആപ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ അവിടെയും അതുപോലെ ഫിൽറ്ററിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തും സക്ഷൻ കപ്പ് ഉണ്ട് റബ്ബറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല. അതുപോലെ നമുക്ക് അതിൻ്റെ മുകളിൽ വരുന്ന ഫ്ലോ കൺട്രോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്ത് ഓണാക്കി കഴിയുമ്പോൾ ജസ്റ്റ് ഓണാക്കുകയാണ്. അപ്പോഴേക്ക് ഒരു കലക്കോളം പോലെ വന്നതുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ചാർക്കോളൊന്ന് വാഷ് ചെയ്ത് പോന്നപ്പോൾ ആ ചാർക്കോളിൻ്റെ കരി ഒന്ന് ഇളകിയതാണ് കേട്ടോ. അത് കുറച്ച് നേരം കൊണ്ട് തന്നെ ക്ലിയർ ആയി പോയിക്കോളും. അപ്പോൾ ഇതുണ്ട് മഴ പെയ്യണ പോലെ വെള്ളം വീണിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമുക്ക് നേരെ താഴത്തേക്കാക്കാം, ചരിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് അക്വേറിയത്തിനകത്തുള്ള ഒരു ഫോഴ്സ് നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് കുറച്ച് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോഴ്സ് കിട്ടും കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ അത്യാവശ്യം നോർമലി കലങ്ങിയൊരു വെള്ളമാണെങ്കിൽ ഒരു 24 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ക്ലിയർ ആയത് കിട്ടുമല്ലോ. നമ്മുടെ അക്വേറിയത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നിട്ട് കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക.